ഖുർആൻ കലാമുല്ലാഹിയാണെന്നോർക്കണേ, അതിനുള്ള ശ്രേഷ്ഠത എപ്പോഴും പാലിക്കണേ. അതിനുള്ള പേരായി മുസ്ഹഫെന്നു വിളിച്ചതാ ഒന്നാം ഖലീഫ തന്നെ പേരതിനിട്ടതാ. ഇതിന് റിസാലത്തുൽ ബുദൂർ എടുത്തൊന്ന് നോക്കുന്ന പക്ഷം കാണുമേ ശരിക്കന്ന്. മുസ്ഹഫിലെ മീമിന് 3 ഹറക്കത്തുള്ളതാ, എന്നും നിഹായിൽ നോക്കിയാൽ കാണുന്നതാ. ഫത്ഹിന്റെ പെരുമാറ്റം ഗരീബാണെന്ന് മുഗ്നി അതിൽ പറയുന്നിടാ നോക്കുന്നു. ഖുർആന്റെ ലിപികൾ ഭിത്തിയിൽ എഴുതല്ലേ, അത് പള്ളി എന്നാൽ തന്നെയും ചെയ്യല്ലേ. ഒന്നാം ജുസൂ 186 ഷെർവാനി നോക്കാം, യുക്റഹു എന്നുണ്ടതിൽ. മുസ്ഹഫ് മുസ്ലിം കൈവശം കൊടുക്കല്ലേ, മരിക്കേണ്ടതായി വരുമെങ്കിലോ മടിക്കല്ലേ. അതു ഐക്യലായാൽ തന്നെയും ശരിയല്ല, ബഹുമാനമുണ്ടവർക്കെങ്കിലും പാടില്ല. എഴുതല്ലേ ഖുർആൻ നജസ് കൊണ്ട് നീ തീരെയും പൊറുക്കപ്പെടും നജസാണതെന്നാൽ തന്നെയും. അനറബിയിലെഴുതൽ ഹറാമാണെന്ന് ഫതുൽ മുഈനിൽ വ്യക്തമായി പറയുന്നു. ഖൽയൂബിൽ അത് ജായിസാണെന്നുണ്ട്, ഷെർവാനിയും അത് തന്നെ പറയുന്നുണ്ട്. എഴുതാം അതിന്ത്യൻ ഭാഷയിൽ എന്നുണ്ട്, റംലി ഇമാം അത് കൊണ്ട് ഫത്വയുമുണ്ട്. എഴുതൽ ഹറാം എന്നുള്ളതാ പ്രാബല്യവും, ഇബ്നുൽ ഹജർ തങ്ങൾക്കതാണ് അനുഭാവവും. മുസ്ഹഫ് വരുന്നത് കണ്ട് നീ എഴുന്നേൽക്കണേ, തൗറാത്ത് കണ്ടെഴുന്നേറ്റു നബി എന്നോർക്കണേ. ഇത് തുഹഫയിൽ നീ നോക്കിയാൽ കാണുന്നതാ, 155 വിവരിച്ചതാ.